അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ, രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചിരുന്നു, ഇപ്പൊ 3ാമത്തെ നൈറ്റ് ആയി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആളുടെ മക്കളുടെ ഈ വീഡിയോ കണ്ടപ്പം പലർക്കും എന്താണ് കാര്യമെന്ന് മനസ്സിലായി കാണത്തില്ലായിരിക്കും. ചിലർക്ക് ഈ ഒരു പെൺകുട്ടി ആരാന്ന് അറിയത്തില്ലായിരിക്കാം. അത് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഫുള്ളായിട്ട് കാണും, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഈ ഒരു പെൺകുട്ടിയുടെ പേര് അരുണിമ എന്നാണ്. ഈ ഒരു അരുണിമയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതെന്ന് പറയുന്നത് ബാക്ക് പാക്കർ അരുണിമ എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്. പുള്ളിക്കാരി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിക്കിങ് ആണ്. അതായത് ലോകം മൊത്തം ട്രാവൽ ചെയ്യുക. ആ ഒരു ട്രാവലിംഗ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വരുന്നവരെ കൈ കാണിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ഒരു പരിപാടിയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. ഇന്ത്യ ഫുള്ള് കറങ്ങിയിട്ടുണ്ട്, വേറെ ആഫ്രിക്ക, അങ്ങനെ ഓരോരോ രാജ്യങ്ങൾ കറങ്ങുന്ന ഒരു പെൺകുട്ടിയാണ്. തനിച്ചാണ് പോകുന്നത്. ഭയങ്കരമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിനകത്ത് ഭയങ്കരമായിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇടയ്ക്ക് പെൺകുട്ടി അമേരിക്കയിലേക്ക് പോകാനൊക്കെ ഉള്ള വിസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, അമേരിക്ക ചെന്നതിന് ശേഷം 2 ദിവസം ന്യൂയോർക്ക് അവിടെയൊക്കെ കറങ്ങുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അമേരിക്കയിൽ ചെന്ന സമയത്ത് എവിടെയാണ് താമസിക്കുന്നതെന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പം അരുണിമ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടുണ്ട്, പേര് ജോർജ് എന്നാണ്. പുള്ളിക്കാരൻ അമേരിക്കയിലാണുള്ളത്. ആ പുള്ളിക്കാരൻ ഞാൻ വിസയൊക്കെ എടുക്കുന്ന സമയത്ത് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരണം, വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയോടെ തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ചെന്നതിന് ശേഷം അവിടെ ട്രാവൽ ചെയ്ത സമയത്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുടുംബത്തിനെ പറ്റി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തി ജോർജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഏകദേശം 70 വയസ്സൊക്കെ ഉണ്ട്. ആ ഒരു പുള്ളിക്കാരനാണ് ഈ ഒരു അരുണിമയെ അവിടെ മൊത്തം എന്ത് ചെയ്യുന്നത്, കൊണ്ട് കിടന്ന് കാണിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ നിങ്ങൾ ഫസ്റ്റ് കണ്ട വീഡിയോയിലെ സംഭവം നടക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് അരുണിമ ആ ഒരു വീഡിയോ ഇടുന്നത്. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിയായപ്പം തന്നെ ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇറക്കി വിട്ടു എന്ന് ചോദിച്ചപ്പോഴത്തേനും, അത് ആ ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരു അങ്കിളാണോ ഇറക്കി വിട്ടതെന്ന് ചോദിച്ചപ്പോൾ അവരല്ല ഇറക്കി വിട്ടത്, അവരുടെ മക്കളും കൊച്ചുമക്കളും കൂടെ ചേർന്നാണ് ഈ ഒരു അരുണിമയെ ഇറക്കി വിട്ടത്. അരുണിമയൊക്കെ രാത്രി റൂമിൽ കടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് റൂമിൽ വന്ന് തട്ടിയതിന് ശേഷം ആ ഒരു അപ്പാപ്പൻ്റെ കൊച്ചുമോൾ, ഒരു 20 വയസ്സുള്ള കൊച്ചുമോൾ വന്നിട്ട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കേണ്ട, ഇവിടെ താമസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകണമെന്ന് അരുണിമ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതും അരുണിമ ഭയങ്കരമായിട്ട് വിഷമമൊക്കെ വന്നെങ്കിലും അപ്പം തന്നെ രാത്രി 12 മണിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു പെൺകുട്ടിയെടുത്ത് രാത്രി ഇറങ്ങിപ്പോകാൻ പറയുന്നത്, അതും മലയാളി കുടുംബമാണ്. അവർ പറയണേ ഇറങ്ങി പോകാൻ പറയുന്നു. ആ ഒരു സമയത്ത് ഭയങ്കര വിഷമമൊക്കെ വന്നു. ബാഗൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ തന്നെ വീഡിയോ വിട്ട് ഇറങ്ങാൻ നേരത്താണ് പുള്ളിക്കാരി ഉണ്ടെങ്കിൽ ആ ഒരു ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി നല്ല രീതിയിലാണ് തന്നെ നോക്കിയത്. അപ്പോഴത്തേനും ഓക്കെ പോവാമെന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് പോയ സമയത്താണ് പുള്ളിക്കാരൻ താമസിക്കുന്നത് പറയുന്നത് താഴെ ഒരു ഗോഡൗൺ പോലത്തെ ഉള്ളൊരു സെറ്റപ്പ്, അവിടെയാണ് പുള്ളിക്കാരൻ താമസിക്കുന്നത്. അവിടെ ചെന്ന് ഈ ഒരു അരുണിമ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇങ്ങേർക്ക് അറിയത്തില്ലായിരുന്നു ഈ ഒരു മക്കളും കൊച്ചുമക്കളും കൂടെ ചേർന്ന് ഈ ഒരു അരുണിമ ഇറക്കി വിടുന്ന കാര്യം ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ പോകുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതിനൊന്നും മറുപടിയൊക്കെ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പം നിങ്ങൾ ആദ്യമേ കണ്ട ഒരു വീഡിയോ പുള്ളിക്കാരി എടുത്തത്. ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള വിഷമം വരും. ഫസ്റ്റ് മെയിനായിട്ടുള്ളൊരു കാര്യം, അരുണിമ അതൊരു പെൺകുട്ടിയെ രാത്രി 12 മണിക്ക് ഇറക്കി വിടുക എന്നുള്ളൊരു കാര്യം. ഒരു മലയാളി കുടുംബമാണ്, അതൊരു നോർമലായിട്ട് ചിന്തിച്ചോട്ടെ. രാത്രി സേഫ് അല്ല ഒരു പെൺകുട്ടിക്ക്. രാവിലെ പോകാൻ പറഞ്ഞാൽ പോലും പിന്നെയും കേൾക്കുക, രാത്രി ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു അപ്പാപ്പൻ്റെ കാര്യം, ആ ഒരു ജോർജ് എന്ന് പറഞ്ഞാൽ ഈ അരുണിമയുടെ കാര്യങ്ങളൊക്കെ നോക്കിയ ഒരു വ്യക്തി അവിടെ താമസിക്കുന്ന ആ ഒരു ഗോഡൗണിലാണ്. അതായത് സ്വന്തം മക്കളും കൊച്ചുമക്കളൊക്കെ ആ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്ന രീതി അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് വലിഞ്ഞു കയറി ജീവിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ തന്നെ അവിടെ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നതിന് പുള്ളിക്കാരൻ വാടക കൊടുക്കണം മക്കൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നല്ല രീതിയിൽ നോക്കണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നു, വീടൊക്കെ വെച്ച് അവരെ നോക്കണം എങ്ങനെയെങ്കിലും എന്നുള്ള രീതിയാണ്. അവരുണ്ടെങ്കിൽ അവിടെ അച്ഛനോ അമ്മയൊക്കെ അവിടെ താമസിക്കുന്നതിന് പൈസ വാങ്ങണം, റെൻറ്റ് തന്നാൽ അവിടെ താമസിക്കുക. അങ്ങനത്തെ രീതിയിലാണ് പുള്ളിക്കാരൻ ജോർജ് അവിടെ താമസിക്കുന്നത്. ആ ഒരു മക്കളൊക്കെ അവിടെ ജനിച്ച് വളർന്നതാണ്. അതുകൊണ്ട് ഇനി അവിടുത്തെ കൾച്ചർ അങ്ങ് അഡാപ്റ്റ് ചെയ്തതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതെന്താണ് കൾച്ചർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതിനുശേഷം ഈ ഒരു രാത്രി ഒരു പെൺകുട്ടിയെ വെളിയിൽ ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് ചെറുതായിട്ട് ചിന്തിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഇപ്പോൾ രാത്രി ഇറക്കി വിട്ടാൽ സേഫ് അല്ല, രാവിലെ പോയാൽ തന്നെ അത് ഇത്തിരി സേഫെങ്കിലും എവിടെയെങ്കിലും പോകാനെങ്കിലും പറ്റും. അപ്പോൾ അങ്ങനെ ഇറക്കി വിടണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക്, ആ ഒരു കുടുംബത്തിന്, ആ ഒരു മക്കൾക്കോ ഒക്കെ എന്തുമാത്രം കട്ടിയായിട്ടുള്ള മനസ്സാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോഴത്തേന് ആ ഒരു സ്വന്തം അച്ഛനോടൊക്കെ എങ്ങനെ ആയിരിക്കും ആ ഒരു മക്കളെ പെരുമാറുന്നത് നമുക്ക് ചിന്തിച്ചു പോലും പറ്റുന്നില്ല. ഈ ഒരു അരുണിമയാണെങ്കിൽ കുറേ അധികം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ട്രാവലിൻ്റെ കാര്യം തന്നെ പറയുമ്പോഴത്തേന് പുള്ളിക്കാരി ഉണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേന് അവിടെ കുറേ അധികം ഫാമിലി എടുത്ത് സ്റ്റേ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്ന് പിന്നെയും ട്രാവൽ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടിക്ക് പോലും ഇത് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിൽ ഒരു വീഡിയോയിൽ പറയുന്നത് എൻ്റെ കാര്യം ഓക്കെയാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു വ്യക്തി, ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ ഒരു അപ്പാപ്പൻ ആ ഒരു വീട്ടിൽ എന്ത് ചെയ്യുന്നത്, അങ്ങനെ താമസിക്കുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെയാണ് മക്കളൊരു അച്ഛനെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരും ഇതൊക്കെ പഠിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അവരെ മക്കൾ വലുതാകുമ്പം ഇതിനപ്പുറവും ചെയ്യും അവരും. എന്നിരുന്നാലും ഒരു മനുഷ്യത്വം വേണ്ടേ? അതിപ്പം ഒരു പെൺകുട്ടിയെ രാത്രി ഇറക്കി വിടുന്നതൊക്കെ ആയാലും ശരി, അതുപോലും ഇല്ലാതെ അതിനുശേഷം ഈ ഒരു പെൺകുട്ടി സേഫാണോ എന്ന് ചിലവർക്കൊക്കെ ചിന്തിക്കാം. ആ ഒരു പെൺകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഒരു വീഡിയോ അതിനുശേഷം കാണിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി അവിടെ നിന്ന് ഇങ്ങനെ വിഷമിച്ച് നിന്ന സമയത്ത് അവിടെ ഒരു വ്യക്തി, ഒരു മെക്സിക്കോക്കാരനുണ്ടെങ്കിൽ ഇത് കണക്ക് വന്ന് ചോദിച്ചു എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുന്ന ആ സമയത്ത് ഇത് കണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ആ ഒരു വ്യക്തി അടുത്ത് തന്നെ ഉള്ള താമസിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ റൂമൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് ആ ഒരു പുള്ളിക്കാരൻ പോയത്. അപ്പം മനസ്സാക്ഷിയൊക്കെ ഉള്ള വ്യക്തികളൊക്കെ അമേരിക്കയിലൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒട്ടും മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരില്ല. അവരെ കൾച്ചറൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് ചില മനുഷ്യരുണ്ടല്ലോ, ബാക്കിയുള്ളവരെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ പറ്റിയൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത കുറച്ച് പേര്, അങ്ങനെ കുറച്ച് പേര് അത് ചെയ്ത്, അല്ലാതെ അവിടെ മനസ്സാക്ഷിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നാലും ശരി, അതൊരു മലയാളി കുടുംബം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരും. കാരണം നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മൾ എന്താ പറയുക, നമുക്ക് മാക്സിമം ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനൊക്കെ നോക്കുന്നവർ. അപ്പോൾ അങ്ങനെ തന്നെ ഒരു കുടുംബം ചെയ്യുമ്പോഴത്തേന് എന്തുമാത്രം നമ്മളെപ്പോലെ മലയാളികളൊക്കെ എത്രയൊക്കെ രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട്. അപ്പം അവർക്കെല്ലാം ഒരു നാണക്കേടാകുന്ന രീതിയിലാണ് ഒരു പെരുമാറ്റം സംഭവിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ള ആ കുടുംബത്തിനോട്, നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു അവസ്ഥ വരാം. നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് തന്നെ അതേ കണക്ക് വരാം ഭാവിയിൽ. അതൊക്കെ നിങ്ങൾ അനുഭവിക്കാനോ അർഹതപ്പെടുന്നവരാണ് എന്നതിനാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്കിത് കേട്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ.